കാറ്റത്തെ കിളിക്കൂടിലെ അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷ് തൻ്റെ പ്രണയം നിധിയോട് തുറന്നു പറയാനായി തീരുമാനിക്കുന്നു. അതിനായി നിധിയെയും കൂട്ടി സുധീഷ് ബീച്ചിലെത്തുന്നുണ്ട്. സുധീഷ് തൻ്റെ പ്രണയം നിധിയോട് പറയുന്നതായും നിധി അതിനെ അംഗീകരിക്കുന്നതായും സുധീഷ് ഇങ്ങനെ തൻ്റെ മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു സ്ത്രീയും പുരുഷനും വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത് സുധീഷും നിധിയും കാണുന്നത്. നിധി പെട്ടെന്ന് സുധീഷിനോട് പറയുന്നുണ്ട്, കണ്ടോ സുധീഷെ, കുറച്ച് നേരമായി അവരങ്ങനെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നു, എന്താ കാര്യമെന്ന് ചോദിക്കാമോ എന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ലല്ലോ നിധി, അവരെ കണ്ടിട്ട് ഭാര്യയും ഭർത്താവുമാണെന്ന് തോന്നുന്നു, വെറുതെ എന്തിനാ നമ്മൾ അതിൽ ഇടപെടാൻ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. സുധീഷ്, കുറച്ച് നേരമായി എന്തോ പ്രശ്നമുണ്ട്, നമുക്കൊന്ന് ചെന്ന് ചോദിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ സുധീഷും നിധിയും കൂടെ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പെട്ടെന്നാണ് തൻ്റെ ഫ്രണ്ടാണ്, തന്നോടൊപ്പം പഠിച്ച ഒരു പയ്യനാണതെന്ന് സുധീഷിന് മനസ്സിലാവുന്നത്. നിധി, ഇത് എന്നോടൊപ്പം പഠിച്ച പയ്യനാണ്, രാജീവ് എന്നാണ് പേര്, വാ നമുക്ക് എന്താ കാര്യമെന്ന് ചോദിക്കാം. അങ്ങനെ അവരുടെ അടുത്ത് ചെന്ന് എടാ രാജീവേ എന്ന് വിളിക്കുമ്പോൾ, സുധീഷ് നീയോ, എന്തൊക്കെയുണ്ടടാ വിശേഷം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സുധീഷ് ഇതെൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് നിധിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ല രാജീവേ, ഇവിടെ എന്താ പ്രശ്നമെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. ആ പെൺകുട്ടി കരയുന്നുണ്ട്. എന്തിനാ ഈ കുട്ടി ഇങ്ങനെ കരയുന്നത്? എടാ രാജീവേ, കാര്യം പറ, ഞാൻ നിന്നോട് കുറേ നേരമായില്ലേ ചോദിക്കുന്നു, എന്താ പ്രശ്നം? വാ നമുക്കിവിടെയെങ്കിലും ഇരിക്കാം, എന്നിട്ട് സംസാരിക്കാമെന്ന് സുധീഷ് പറയുന്നുണ്ട്. അങ്ങനെ അവർ 4 പേരും അവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. സുധീഷ് അവനോട് ചോദിക്കുന്നുണ്ട്, പറ എന്താ കാര്യം, എന്തിനാ ഈ കുട്ടി കരയുന്നത്? നിങ്ങൾ കുറച്ച് നേരമായല്ലോ ഇവിടെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ കാണുന്നുണ്ട്. ഇത് കേട്ട് രാജീവ് പറയുന്നുണ്ട്, ഞങ്ങൾ 2 പേരും ഒരേ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, 4 വർഷത്തോളമായി. അന്ന് മുതൽ ഞാൻ ഇവളെ സ്നേഹിക്കുന്നുണ്ട്. അത് തുറന്നു പറയാനായിട്ടാണ് ഞാൻ അവളെയും കൊണ്ട് ബീച്ചിലേക്ക് എത്തിയത്. പക്ഷേ ഞാനത് പറഞ്ഞപ്പോൾ അവൾ പറയുന്നത് എന്നെ അങ്ങനെ കാണാൻ കഴിയില്ല, അവൾക്ക് ഈ ബന്ധത്തിൽ ഒട്ടും താല്പര്യമില്ലെന്നാണ്. ഇത് കേട്ട പെൺകുട്ടി പറയുന്നുണ്ട്, അത് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, ഞാൻ അവനെ എൻ്റെ ഫ്രണ്ടായി കണക്കാക്കുന്നു എന്നൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഞാൻ എൻ്റെ ഒരു ലവറായിട്ട് ഞാൻ ഒരിക്കലും അവനെ കണ്ടിട്ടില്ല, അവൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഉടനെ രാജീവ് പറയുന്നുണ്ട്, ഇവളുടെ വിവാഹം നടത്താൻ വേണ്ടി വീട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട്, ഇവൾ കാശുള്ള വീട്ടിലെ പെൺകുട്ടിയാണ്, എനിക്കതില്ല, അതുകൊണ്ടാണ് ഇവൾ എന്നെ വേണ്ട എന്ന് പറയുന്നത്. ഇത് കേട്ട പെൺകുട്ടി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, നീ എൻ്റെ സങ്കല്പത്തിലുള്ള ഒരാളെയല്ല, എല്ലാ പെൺകുട്ടികൾക്കും വിവാഹത്തെക്കുറിച്ചൊരു സങ്കല്പം ഉണ്ടാവും, എനിക്കും അതുപോലെയുണ്ട്, എൻ്റെ സങ്കല്പത്തിലെ ഒരു ഗുണം പോലും നിനക്കില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നത്? ഇതൊക്കെ കേട്ട് നമ്മുടെ സുധീഷ് ആകെ അപ്സെറ്റായിട്ടിരിക്കുകയാണ്. താൻ നിധിയോട് ഇതെല്ലാം തൻ്റെ സ്നേഹം തുറന്നു പറയാനായിട്ടാണല്ലോ ഇവിടെ വന്നത്. ഇവരുടെയും 2 പേരുടെയും സിറ്റുവേഷൻ കാണുമ്പോൾ എൻ്റെ സിറ്റുവേഷൻ പോലെ തന്നെയുണ്ട്. ഇതുപോലെ ഞാനും നിധിയോട് തൻ്റെ സ്നേഹം തുറന്നു പറയുന്ന സമയത്ത് ഈ പെൺകുട്ടി പറയുന്നത് പോലെ തന്നെ ആവുമോ നിധിയും പറയുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് രാജീവ് നിധിയോട് ചോദിക്കുന്നുണ്ട്, മാഡം നിങ്ങൾ പറ, ഈ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എന്ത് പറയും? എൻ്റെ സ്ഥാനത്ത് സുധീഷാണെന്ന് വിചാരിക്കുക, ഒരു 3 വർഷമായി നിങ്ങളെ സുധീഷ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്നത് നിങ്ങളോട് തുറന്നു പറയുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് രാജീവ് നിധിയോട് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് നിധി പറയുന്നുണ്ട്, ഞാൻ ഈ പെൺകുട്ടി പ്രതികരിക്കുന്നത് പോലെ തന്നെ പ്രതികരിക്കും. താൻ വിവാഹം കഴിക്കുന്ന ആളെപ്പറ്റി ഓരോരുത്തർക്കും ഓരോ സങ്കല്പങ്ങളുണ്ടായിരിക്കും, അങ്ങനെയുള്ളവരായിരിക്കില്ലേ അവർ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നത്. ഇവർ പറയുന്നതിൽ ഒരു തെറ്റുമില്ല, അവൾക്ക് അവളുടേതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഇപ്പോൾ സുധീഷ് എന്നെ ഇതുപോലെ ഫോഴ്സ് ചെയ്താൽ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ സുധീഷിനോട് പറയും, അല്ലാന്നുണ്ടെങ്കിൽ എന്നെ നിർബന്ധിച്ച് ഒരാളെ വിവാഹം കഴിപ്പിക്കാനൊന്നും ആരെ കൊണ്ടും പറ്റത്തില്ല. നിങ്ങൾ ആ കുട്ടിയെ ഫ്രീ ആയിട്ട് വിടൂ, നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം ആ കുട്ടിയോട് പറഞ്ഞില്ലേ, ഇനി ആ കുട്ടി തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന്. ഇനി ആ കുട്ടിയെ നിങ്ങളിത് പറഞ്ഞ് നിർബന്ധിക്കരുത്. എന്നെങ്കിലും ഒരിക്കൽ ആ കുട്ടി നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അന്ന് നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാം. വിവാഹം എന്ന് പറയുന്നത് ആരും ഫോഴ്സ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കരുത്. നിധി പറഞ്ഞത് ശരിയാ രാജീവേ, നീ ആ കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി വിട്, ഇനി ആ കുട്ടി തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന്. ആരെയും നിർബന്ധിച്ച് ചെയ്യിക്കാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ ഇത്. ഞാൻ നിന്നെ പിന്നെ വിളിക്കാമെന്ന് സുധീഷ് രാജീവിനോട് പറയുന്നുണ്ട്.
അങ്ങനെ ആ പെൺകുട്ടിയും രാജീവും അവിടെ നിന്നും പോകുന്നുണ്ട്. അത് കഴിഞ്ഞതും സുധീഷ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇല്ല ഇനി തൻ്റെ സ്നേഹം നിധിയോട് തുറന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവളുടെ മനസ്സിലുള്ളതെല്ലാം ഇപ്പോൾ മനസ്സിലായല്ലോ. അവൾ അറിയാതെ തന്നെ അതെല്ലാം തുറന്നു പറഞ്ഞു. ഇനി അവൾക്ക് ഇഷ്ടമുള്ള ഒരു സമയത്ത് എന്നോട് വന്ന് അവളുടെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയട്ടെ. എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അവൾ ഒരിക്കൽ എന്നോട് പറയും. അന്ന് എൻ്റെ സ്നേഹം ഞാൻ പറഞ്ഞറിയിക്കും. അത്രമാത്രമേ ഇപ്പോൾ ചെയ്യാനുള്ളൂ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സുധീഷ്. പെട്ടെന്ന് നിധി സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, അല്ല സുധീഷേ, നീ എന്നെ എന്തോ പറയാനുണ്ടെന്നല്ലോ പറഞ്ഞിട്ടല്ലേ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത്, എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. വെറുതെ പറഞ്ഞതാണെന്നോ? ഓഫീസിൽ നിന്നും എന്നോട് എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഇപ്പോൾ വെറുതെ പറഞ്ഞതാണെന്നാണോ പറയുന്നത്? എന്താ സുധീഷ് കാര്യം പറ. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, അല്ല ഞാൻ ഒരു കാര്യം പറയാൻ തന്നെയാണ് കൊണ്ടുവന്നത്. നാളെ നമ്മളോട് അഡ്വക്കേറ്റ് അങ്ങോട്ട് ഓഫീസിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. നീ അത് കേൾക്കുമ്പോൾ വിഷമിക്കുമല്ലോ, അത് വിചാരിച്ച്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, ഞാൻ എന്തിനു വിഷമിക്കണം സുധീഷേ? ഇത് കേട്ട് സുധീഷും പറയുന്നുണ്ട്, അല്ല നമ്മൾ ഡൈവോഴ്സ് ആകുന്നതിനെ കുറിച്ച് ചിന്തിച്ച് നിനക്കൊട്ടും വിഷമോ ഇല്ലേ? ഞാൻ എന്തിനു വിഷമിക്കണം? രണ്ടുപേർ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചവരാണെങ്കിൽ മാത്രമല്ലേ അവർക്ക് ഡൈവോഴ്സ് ആകുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിഷമം തോന്നേണ്ടതുള്ളൂ. ഇത് നമ്മൾക്കൊട്ടും ഇഷ്ടപ്പെടാത്ത വിവാഹമായിരുന്നില്ലേ? എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നും അങ്ങ് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് കേട്ട് സുധീഷിന് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. ഒരിക്കലും നിധിയിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകളാണ് അവൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം സുഭാഷ് പുറത്തേക്ക് നോക്കിക്കൊണ്ട് വീടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹരീഷ് പുറത്തുനിന്ന് കയറി വരുന്നുണ്ട്. എന്താ സുഭാഷ് ഏട്ടാ, ആരെയോ കാത്തു നിൽക്കുന്നത് പോലെയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഏയ് ഒന്നുമില്ലടാ ഹരീഷ് എന്നിങ്ങനെ സുഭാഷ് പറയുന്നുണ്ട്. ഹരീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല എന്തോ കാര്യമുണ്ട്. സുധീഷ് ഏട്ടൻ എവിടെ? ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, സുധീഷ് ഏട്ടനും ഏട്ടത്തെയും കൂടി പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇന്ന് നിധി ഏട്ടത്തിയോട് തൻ്റെ പ്രണയം തുറന്നു പറയുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, സുധീഷ് ഏട്ടൻ തൻ്റെ പ്രണയം തുറന്നു പറയുന്ന സമയത്ത് ഏട്ടത്തിയും തിരികെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അല്ലേ സുഭാഷ് ഏട്ട എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. അപ്പം ഹരീഷും ചോദിക്കുന്നുണ്ട്, അതെന്താ സുഭാഷ് ഏട്ടാ നിങ്ങൾ അങ്ങനെ പറയുന്നത്? അവർ ഒരുമിച്ച് ജീവിക്കുന്നത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ്. നീ എന്താടാ അങ്ങനെ പറയുന്നത്? എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. പക്ഷേ അവൻ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അത് എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കൂ. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇത് കേട്ട് ഹരീഷും പറയുന്നുണ്ട്, ഏട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ്. അവൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല അവൻ പറഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കുന്നത്. മിക്കവാറും പറഞ്ഞ് അവർ തെറ്റിപ്പിരിഞ്ഞായിരിക്കും വരുന്നത്. പറഞ്ഞു തീരുമ്പോഴേക്കും പുറത്തു നിന്നും സുധീഷും നിധിയും വരുന്നത് സുഭാഷ് കാണുന്നുണ്ട്. അതാ അവർ വരുന്നുണ്ട്, മിണ്ടാതിരിക്കെന്ന് പറയുന്നു. അങ്ങനെ നിധി അകത്തേക്ക് കയറുമ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, മോളെ എങ്ങനെയുണ്ടായിരുന്നു? ബീച്ചിൽ മഴയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സുഭാഷ് ഏട്ടാ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ്. എന്നാൽ സുഭാഷ് നമ്മുടെ സുധീഷിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. സുധീഷിൻ്റെ മുഖത്ത് ഒട്ടും സന്തോഷമില്ല, ആകെ വിഷമിച്ചാണ് നിൽക്കുന്നത്. കണ്ട് നികേഷും ഹരീഷൊക്കെ പരസ്പരം നോക്കുന്നുണ്ട്. പെട്ടെന്ന് സുധീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ എനിക്ക് ഭയങ്കര തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോവുകയാണ്. ഉടനെ നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഞാനും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങ് പുറത്തേക്ക് പോവുകയാണ്. എന്താ സുഭാഷ് ഏട്ടാ തലവേദന എന്ന് പറഞ്ഞ് സുധീഷ് ഏട്ടൻ അകത്തേക്ക് കയറിപ്പോയതെന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ഒന്നും മിണ്ടുന്നില്ല. എന്നാൽ ഞാൻ പോയി ചോദിക്കട്ടെ എന്താ പറ്റിയതെന്ന്, എന്താ അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നികേഷ് റൂമിലേക്ക് പോകാനായിട്ട് നോക്കുകയാണ്. ഉടനെ സുഭാഷ് ഏട്ടൻ തടയുന്നുണ്ട്. വേണ്ട വേണ്ട നികേഷ്, അവൻ തലവേദന എന്ന് പറഞ്ഞ് കിടക്കാനായിട്ട് പോയതല്ലേ, അവനെ ഫ്രീ ആയി വിട്ടേക്ക്. ഈ സമയത്ത് നീ ചെന്ന് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവനക്ക് ദേഷ്യം വരും, പിന്നെ അവിടെ പ്രശ്നമാവും. നീ പിന്നീട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവനെ അവിടെ തടഞ്ഞു നിർത്തുകയാണ്. അങ്ങനെ നിധി മുഖമൊക്കെ കഴുകി അകത്തേക്ക് കയറി വരുവാണ്. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ നിങ്ങൾ ഇന്ന് ബീച്ചിൽ പോയിരിക്കുകയായിരുന്നു അല്ലേ? അതെ, ഞങ്ങളങ്ങനെ ഓഫീസ് കഴിഞ്ഞതും ബീച്ചിലേക്ക് പോയി. അഡ്വക്കേറ്റ് നാളെ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്കാര്യം പറയുന്ന സമയത്ത് ഞാനാകെ അപ്സെറ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ടത്രേ സുധീഷ് എന്നെയും കൊണ്ട് ബീച്ചിലേക്ക് പോയത്. ഞാനെന്തിനാ അതിന് അപ്സെറ്റ് ആവുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ സുഭാഷ് ഏട്ടാ, എനിക്ക് നന്നായി വിശക്കുന്നു, എനിക്കെന്തെങ്കിലും കഴിക്കണം. അതിനെന്താ മോളെ, ഞാനിപ്പോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് സുഭാഷ് കിച്ചണിലേക്ക് പോകുന്നുണ്ട്.
നിധി അങ്ങനെ കിച്ചണിലേക്ക് സുഭാഷിനോടൊപ്പം ചെല്ലുകയാണ്. ഉടനെ നികേഷ് ഹരീഷിനോട് ചോദിക്കുന്നുണ്ട്, അല്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, സുധീഷേട്ടൻ തൻ്റെ പ്രണയം തുറന്നു പറയാനായിട്ടല്ലേ നിധിയേട്ടത്തെയും കൊണ്ട് ബീച്ചിലേക്ക് പോയത്? പക്ഷേ ഏട്ടത്തി ഇതെന്തൊക്കെയായി പറയുന്നത്? ഇത് കേട്ട് ഹരീഷ് കൈമലർത്തുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ, എന്തോ ആണോ സംഭവിച്ചത് നമുക്കറിയില്ലല്ലോ. എന്തായാലും സുധീഷേട്ടനോട് ചോദിച്ചാലല്ലേ അറിയൂ. അങ്ങനെ രാത്രിയായതും എല്ലാവരും ഉറങ്ങാനായി പായ വിരിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് സുധീഷ് ടെൻഷനോട് ഇരിക്കുന്നത് നികേഷ് കാണുന്നത്. നികേഷ് ഹരീഷിനോട് പറയുന്നുണ്ട്, ഹരീഷ് ഏട്ടാ, ഞാൻ കാര്യങ്ങൾ ചോദിച്ചാലോ, എന്താ ഇന്ന് സംഭവിച്ചതെന്ന്? ഏയ് മിണ്ടാതിരുന്നോ. സുധീഷ് ഏട്ടൻ വളരെ ദേഷ്യത്തിലായിരിക്കുന്നത്. ആ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. ഇപ്പം എന്തെങ്കിലും ചോദിച്ചാലുണ്ടല്ലോ പിന്നെ നിൻ്റെ കഥ കഴിഞ്ഞു. അപ്പോഴാണ് സുഭാഷേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് സുഭാഷേട്ടൻ പറയുന്നുണ്ട്, എന്താടാ നിങ്ങൾക്കൊന്നും കിടക്കാനായില്ലേ, കിടന്നുറങ്ങാൻ നോക്ക്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ആ അതെ അതെ ഉറങ്ങടാ, എല്ലാവരും നന്നായി മൂക്കുമുട്ടെ ഭക്ഷണം കഴിച്ചല്ലോ, ഇനി കിടന്നുറങ്ങ്. കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, കണ്ടില്ലേ ഇപ്പം ഞാൻ പറഞ്ഞതിന് എങ്ങനെയുണ്ട്? വളരെ ദേഷ്യത്തിലാണ് ആള് എന്ന് സുഭാഷ് സുധീഷിനോട് ചോദിക്കുന്നുണ്ട്. എന്താ സുധീഷ് നിൻ്റെ പ്രശ്നം? എന്താന്ന് വെച്ചാൽ പറ. എനിക്കെന്ത് പ്രശ്നം? ഞാൻ വളരെ സന്തോഷത്തിലല്ലേ ഇരിക്കുന്നത്, എനിക്കൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ഇനി അത് അറിയാനായിട്ട് ശ്രമിക്കുകയും വേണ്ട, നിങ്ങൾ കിടന്നുറങ്ങാൻ നോക്ക്. സുധീഷിൻ്റെ അവസ്ഥ കണ്ടിട്ട് സുഭാഷിന് ഒട്ടും സഹിക്കുന്നില്ല. എന്താടാ നിനക്ക് പറ്റിയത് സുധീഷ് എന്ന് ചോദിച്ചുകൊണ്ട് സുഭാഷിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് തുടങ്ങുകയാണ്. വേണ്ട ചേട്ടാ വേണ്ട, എൻ്റെ അടുത്തേക്ക് വരണ്ട, ഞാൻ ആകെ ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. എന്തിനാ നിങ്ങളോ എന്നോട് സ്നേഹമായിട്ട് അഭിനയിക്കുന്നത്? നിങ്ങൾക്ക് എന്നോട് സ്നേഹമൊന്നുമില്ലാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വന്ന ഉടനെ തന്നെ എനിക്ക് തലവേദന എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോയതല്ലേ. ഇത്രയും നേരമായി ആരെങ്കിലും വന്ന് എങ്ങനെയുണ്ടടാ നിൻ്റെ തലവേദന എന്നോട് ചോദിച്ചോ? ഇല്ല. ദേ എല്ലാവരും ഭക്ഷണം കഴിച്ച് ഉറങ്ങാനായിട്ട് തുടങ്ങുന്നു. ഞാൻ ഭക്ഷണം കഴിച്ചോന്ന് നിങ്ങൾ ചോദിച്ചോ? ഇല്ല. എന്താ കഴിക്കാത്തതെന്ന് ചോദിച്ചോ? അതുമില്ല. പിന്നെ എന്തിനാ നിങ്ങൾ എപ്പോഴും എന്നോട് സ്നേഹമുണ്ടെന്ന് ഇങ്ങനെ പറയുന്നത്? അതില്ലാന്ന് എനിക്കറിയാലോ. ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, എന്താ സുധീഷേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? സുധീഷേട്ടൻ എപ്പോഴും അങ്ങനെ തലവേദന എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കാറുള്ളതല്ലേ. അതുപോലെയുള്ള ഒരു ദിവസം തന്നെയല്ലേ ഇന്നും ഉണ്ടായിട്ടുള്ളൂ. പിന്നെ തലവേദന എന്ന് പറഞ്ഞു പോയതുകൊണ്ട് ഞാനും എന്താണ് ചോദിക്കട്ടെ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ സുഭാഷേട്ടനാണ് പറഞ്ഞത് അവൻ റെസ്റ്റ് എടുക്കട്ടെ എന്ന്. സുഭാഷേട്ടനാണെങ്കിൽ സുധീഷേട്ടൻ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണോ സുഭാഷേട്ടാ? കഴിച്ചില്ലേ? ഇല്ലടാ ഞാൻ കഴിച്ചില്ല. നീ തലവേദന എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയപ്പോൾ തന്നെ എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാനും ആകെ ടെൻഷനിലായിരുന്നു. എന്തായാലും നീ അവിടെ ഇരിക്കേ, ഞാൻ ചെന്ന് നിനക്കുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് വരാം. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, എനിക്ക് വിശക്കുന്നൊന്നുമില്ല. അത് പറഞ്ഞാൽ പറ്റില്ല, ഇനി നീ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് കിച്ചണിലേക്ക് പോകുമ്പോൾ വേണ്ട എനിക്കൊന്നും വേണ്ടാന്നിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് സുധീഷ്. പക്ഷേ സുഭാഷ് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. സുഭാഷ് ഏട്ടൻ ചോറുമായിട്ട് വരുന്നുണ്ട്. സുധീഷിനോട് കഴിക്കാൻ പറയുമ്പോൾ സുധീഷ് സമ്മതിക്കുന്നില്ല. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് സുഭാഷ് ഏട്ടൻ വിട്ടുകൊടുക്കുന്നില്ല. എങ്കിൽ ശരി, ചെറുപ്പത്തിലെ പോലെ ഞാൻ തന്നെ നിനക്ക് വാരി തരാമെന്ന് പറഞ്ഞുകൊണ്ട് വാരി സുധീഷിൻ്റെ വായിൽ വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ സുധീഷ് അത് കഴിക്കുന്നുണ്ട്. ഇതിനിടയിൽ നികേഷ് ചോദിക്കുന്നുണ്ട്, അല്ല സുധീഷ് ഏട്ടാ, ഇന്ന് ബീച്ചിൽ പോയിട്ട് എന്താ സംഭവിച്ചത്? ഏട്ടത്തിയോട് സ്നേഹം തുറന്നു പറയണമെന്ന് പറഞ്ഞിട്ടല്ലേ കൊണ്ടുപോയത്, എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, അല്ല ഇതൊക്കെ നിന്നോട് ആര് പറഞ്ഞു? അത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, അത് ഏട്ടൻ പറഞ്ഞതാണ്. എന്താ സുഭാഷ് ഏട്ടാ ഇത്? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് രഹസ്യമായിട്ട് വെക്കാൻ നിങ്ങൾക്ക് അറിയില്ലേന്ന് ചോദിക്കുന്നുണ്ട്. എടാ ഇത് ഞാൻ മറ്റാരോടുമല്ലല്ലോ പറഞ്ഞത്, നമ്മുടെ കുട്ടികളോട് തന്നെയല്ലേ, നീ ഒന്നും മിണ്ടാതിരിക്കുമെന്ന് സുഭാഷും പറയുന്നുണ്ട്. അങ്ങനെ സുധീഷ് ബീച്ചിൽ നടന്ന സംഭവങ്ങളെല്ലാം അവരോട് തുറന്നു പറയുന്നുണ്ട്. ബീച്ചിൽ വെച്ച് തൻ്റെ ഫ്രണ്ടിനെ കണ്ടതും അവൻ്റെ ലവറോട് അവനിക്കുണ്ടായിരുന്ന സ്നേഹത്തെ പറ്റി പറഞ്ഞതും പിന്നീട് ആ പെൺകുട്ടി അത് നിഷേധിച്ചതും അതിനെ ചൊല്ലി നമ്മുടെ നിധി അഭിപ്രായം പറഞ്ഞതും എല്ലാം അവരോട് തുറന്നു പറയുകയാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എടാ നിധിയോട് ഞാൻ എൻ്റെ സ്നേഹം തുറന്നു പറയാനായിട്ട് പോയതാണ്. പക്ഷേ നിധിയുടെ മനസ്സിലുള്ളതെല്ലാം അവരോട് തുറന്നു പറഞ്ഞതിന് ശേഷം എനിക്കതിൽ നിന്നും മനസ്സിലായത് നിധിക്ക് എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല എന്നാണ്. അതായത് അവനെപ്പോലെ തന്നെ ഞാനും എൻ്റെ സ്നേഹം നിധിയോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒറ്റയടിക്ക് അവൾ എന്നോട് നോ എന്ന് പറഞ്ഞേനെ. സുധീഷിൻ്റെ വിഷമം കണ്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എടാ നീ വിഷമിക്കാതെ, എല്ലാം ശരിയാവും, നമുക്കുള്ളത് എങ്ങോട്ടും പോവില്ല, നമുക്ക് തന്നെ ലഭിക്കും. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, നമുക്കുള്ളതാണെങ്കിലല്ലേ സുഭാഷ് ഏട്ടാ കിട്ടൂ, അല്ലെങ്കിൽ നമ്മളെ കൈവിട്ട് പോവില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് കരയാണ്. കണ്ണിൽ നിന്നിങ്ങനെ തെരുതെരാ വെള്ളം വരുന്നുണ്ട്.
അത് തുടച്ചുകൊണ്ട് സുധീഷ് പറയുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ ഇത്, എന്തൊരു എരിവാ കറിക്ക്, എന്തിനാ ഇങ്ങനെ മുളകിട്ട് വെച്ചിരിക്കുന്നത്, എൻ്റെ കണ്ണെരിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുധീഷ് ഇങ്ങനെ കണ്ണ് തുടയ്ക്കുന്നത്. എല്ലാവർക്കും സുധീഷിൻ്റെ വിഷമം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എല്ലാവരും. ഭക്ഷണം മുഴുവൻ കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് ഏട്ടൻ വീണ്ടും ഇങ്ങനെ ചോറ് വാരി കൊടുക്കുകയാണ്. സുധീഷിൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം വരുന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിറ്റേന്ന് രാവിലെ പുറത്തേക്ക് പോകാനായിട്ട് എല്ലാവരും റെഡിയായി വരുന്നുണ്ട്. നികേഷ് നിധിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടത്തി നമുക്ക് പോവല്ലേ? ഇല്ല നികേഷേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ഇറങ്ങുന്നുള്ളൂ. എനിക്കിന്ന് കോടതിയിലേക്ക് പോകേണ്ട ദിവസമല്ലേ. ഡിവോഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം ഇന്നാണ് ശരിയാക്കുന്നത്. ഇത് കേട്ട് നികേഷും ഹരീഷും ഒരു നിമിഷം മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അവർ പരസ്പരം നോക്കുകയാണ്. താൻ ബാഗ് എടുക്കാൻ മറന്നു, ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നിധി റൂമിലേക്ക് പോകുന്നുണ്ട്. സുധീഷ് ഇങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. ഹരീഷ് സുധീഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സുധീഷ് ഏട്ടാ വിഷമിച്ചിരിക്കാതെ, എല്ലാം ശരിയാവും. ഇത് കണ്ട് സുധീഷ് ഹരീഷിൻ്റെ കൈ പെട്ടെന്നങ്ങ് തട്ടി മാറ്റുന്നുണ്ട്. തുടരുതന്നെ, ആരും ഒന്നും പറയണ്ട, എല്ലാം ശരിയാവും പോലും. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരും ഒന്നും പറയുന്നത് കേൾക്കണ്ട എന്ന് പറയുകയാണ്. വളരെ ദേഷ്യത്തോടെ പറയുന്നത്. എല്ലാവർക്കും അവനെ മനസ്സിലാവുന്നുണ്ട്. വീണ്ടും ഹരീഷ് പറയുന്നുണ്ട്, നിൻ്റെ ഫീലിങ്സ് എന്താണെന്ന് എനിക്കറിയാം, എല്ലാം ശരിയാവുമെന്ന് പറയാനേ ഞങ്ങളെക്കൊണ്ട് പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് നികേഷിനെയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. പെട്ടെന്ന് നിധി തൻ്റെ ബാഗ് എടുത്ത് പുറത്തേക്ക് വരുന്നുണ്ട്. സുധീഷെ നമുക്ക് പോവാമെന്ന് പറയാണ്. എന്നാൽ ഇതൊന്നും സുധീഷ് ശ്രദ്ധിക്കുന്നില്ല. വീണ്ടും നിധി പറയുന്നുണ്ട്, സുധീഷെ നമുക്ക് പോവാം. പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല എങ്ങോട്ട്? ഇന്നലെ കോടതിയിൽ പോവേണ്ടത്, അതാ ഞാൻ പറഞ്ഞത്. ആ ശരി നമുക്ക് പോവാം, ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരട്ടെ, എന്തോ കണ്ണിൽ എന്തോ പോയെന്ന് പറഞ്ഞ് സുധീഷ് അങ്ങ് പുറത്തേക്ക് പോവാണ്. സുഭാഷ് ഏട്ടൻ നിധിയോട് പറയുന്നുണ്ട്, മോളെ നിധി, എനിക്ക് വിഷമം തോന്നുന്നു. എന്തിനാ സുഭാഷ് ഏട്ടൻ നിങ്ങൾ വിഷമിക്കുന്നതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും കോർട്ടിലേക്ക് പോകുന്നതും ഡൈവേഴ്സ് ആകുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ചാണ് ഞാൻ ടെൻഷൻ ആവുന്നത്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ ഇതൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമല്ലേ. ഡൈവേഴ്സ് ആകുന്നത് ആദ്യമായിട്ടൊന്നും ഉള്ള കാര്യങ്ങളല്ലല്ലോ മോളെ. മറ്റുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇത് നമ്മുടെ വീട്ടിലെ കാര്യമല്ലേ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മോളെ, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടല്ല വിവാഹം കഴിച്ചതെന്ന് എനിക്കറിയാം. എന്നാലും പോകെ പോകെ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ഒരു താല്പര്യം കാണിച്ചിരുന്നെങ്കിൽ ഇവിടെയുള്ളവരെല്ലാവരും ഒരുപാട് സന്തോഷിച്ചേനെ. കുറച്ച് വിഷമത്തോടെ നിധി സുഭാഷ് ഏട്ടൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അത് കണ്ട് സുഭാഷ് ഏട്ടൻ പെട്ടെന്ന് പറയുന്നുണ്ട്, മോളെ നിധി, നീ തെറ്റായിട്ടൊന്നും കരുതരുത് കേട്ടോ. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ്. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ എന്നിങ്ങനെ പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, ഇല്ല ചേട്ടാ, അത് സെറ്റാവില്ല. ഞാനും അവനും തമ്മിൽ ഒരിക്കലും സെറ്റാവില്ല സുഭാഷ് ഏട്ടാ. ഞാൻ അവനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ നടന്നത് ഒരു ശരിയായ വിവാഹമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഞാൻ എന്താണോ വിചാരിക്കുന്നത് അത് തന്നെയാണ് സുധീഷും കരുതുന്നത്. അവൻക്കും എന്നോട് അത്തരത്തിലുള്ള ഒരു സ്നേഹമോ താല്പര്യമോ ഒന്നുമില്ല. പെട്ടെന്ന് സുഭാഷ് പറയാനായി ശ്രമിക്കുന്നുണ്ട്, അല്ല മോളെ ഞാൻ പറയട്ടെ. അപ്പോഴേക്കും നിധി പറയുന്നുണ്ട്, വേണ്ട സുഭാഷ് ഏട്ടാ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, മുഴുവനായിട്ടും ഞാൻ പറയട്ടെ. സുധീഷിനും ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു ചാടിയാൽ മതി എന്നായിരിക്കണോ? പെട്ടെന്ന് സുഭാഷ് ഏട്ടൻ സത്യം പറയാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിധി സമ്മതിക്കുന്നില്ല. സുഭാഷ് ഏട്ടാ, എന്നെ നിർബന്ധിക്കരുത്. ചേട്ടൻ എന്നെ ഒരു കാര്യത്തിലും നിർബന്ധിക്കാറില്ലല്ലോ, അതുപോലെ തന്നെ ഇക്കാര്യത്തിലും എന്നെ ഫോഴ്സ് ചെയ്യരുത്. സുധീഷിന് നല്ലൊരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് ലഭിക്കും. ആദ്യം ഞാൻ അവൻ്റെ ജീവിതത്തിൽ നിന്നും പോകണം, എങ്കിൽ മാത്രമേ അത് സാധിക്കൂ. ഇതെല്ലാം കേട്ട് സുധീഷ് കിച്ചണിൽ നിൽക്കുന്നുണ്ട്. അവൻ ആകെ തകർന്നു പോവുകയാണ്. അതിനുശേഷം നിധി പ്രാർത്ഥിക്കുകയാണ്. സുഭാഷും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. സുഭാഷ് പ്രാർത്ഥിക്കുന്നത് ഇവർ രണ്ടുപേരുടെയും ഡൈവോഴ്സ് നടക്കരുത്, രണ്ടുപേരും ഒരുമിച്ച് നല്ല സന്തോഷത്തോടെ തുറന്നും ജീവിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നിധിയാണെങ്കിൽ ഡൈവോഴ്സ് പെട്ടെന്ന് ശരിയാവണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും പുറത്തേക്ക് വരികയാണ്. പെട്ടെന്ന് തന്നെ അഡ്വക്കേറ്റിനെ കാണാനായി കോർട്ടിലെത്തുന്നുണ്ട്. പക്ഷേ തൻ്റെ അഡ്വക്കേറ്റ് ആരാണെന്ന് നിധിക്ക് മനസ്സിലാവുന്നില്ല. ഫോണിലേക്ക് വിളിക്കുകയാണ്. അകത്തേക്ക് ചെല്ലാനായിട്ട് പറയുന്നുണ്ട്. അഡ്വക്കേറ്റിനെ കണ്ടതും അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, ഈ ഫോമിൽ രണ്ടുപേരും സൈൻ ചെയ്യണം. നിധി പെട്ടെന്ന് തന്നെ സന്തോഷത്തോടെ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ സുധീഷ് ഒരു നിമിഷം ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം ആ പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്.
പിന്നീട് അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, നിങ്ങളുടെ കേസ് നമ്പറും നിങ്ങളുടെ പേരും വിളിക്കും. അന്നേരം നിങ്ങളങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കയറി നിൽക്കണം. എന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുകയും വേണം എന്ന് പറയുകയാണ്. അങ്ങനെ സുധീഷ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിൽക്കുകയാണ്. സുധീഷിൻ്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ട്. നിധി സമയമായിട്ടില്ലല്ലോ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നിന്നാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ജഡ്ജ് വരാനായിട്ടുണ്ടാവും സുധീഷേ, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാമെന്ന് പറയുവാണ്. അവിടെ നിൽക്കും തോറും ഓരോ നിമിഷവും നമ്മുടെ സുധീഷിൻ്റെ നെഞ്ചിലിങ്ങനെ പടപടാമിടിക്കുകയാണ്.